തീർച്ചയായും 12 കോടിയുടെ ഭാഗ്യവാൻ ആരാണ്? പൂജാ ബമ്പർ അല്പം മുമ്പ് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിൽ പൂജാ ബമ്പർ അടിച്ചത് ആരാണ്? പക്ഷേ ആരാണെന്ന് അറിയുന്നതിലേക്ക് പോകാം. JC 325526 എന്ന ടിക്കറ്റ് എടുത്ത ആളാണ് ആ ഭാഗ്യശാലി. പക്ഷേ ആ ടിക്കറ്റ് വിറ്റ കടയ്ക്ക് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ കൂടി ചേരുക. രാജ്കുമാർ, ഇവിടെ നിന്നാണോ ടിക്കറ്റ് എടുത്തത്, ഈ ഒന്നാം സമ്മാനത്തിന് അർഹമായത്? അതെ, നമ്മുടെ കൊല്ലം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് NG യൂണിയൻ്റെ ഓഫീസ് തൊട്ടടുത്താണ് ഈ നമ്മുടെ ജയകുമാർ ലോട്ടറി. ജയകുമാർ സഹോദരന്മാർ നടത്തുന്നതാണ്. ഏതാണ്ട് 10 പതിറ്റാണ്ടുകളായി ലോട്ടറി ബിസിനസ് രംഗത്തുള്ളവരാണ്. അവരെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ ആദ്യത്തെ ബമ്പർ ലോട്ടറി ഏതാണ്ട് 30-40 കൊല്ലം മുമ്പ് ആദ്യം ഇവർക്ക് തന്നെയാണ് കിട്ടിയത്. ഇപ്പോൾ ഇവിടുന്ന് വിറ്റ ഈ അജിം ഷാദ് പറഞ്ഞ അതേ ലോട്ടറി ടിക്കറ്റാണ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. നമ്മൾ ഒന്നാമത്തെ ബമ്പർ നമ്മുടെ വിൽപ്പനയിലാണ് നടന്നത്. അത് കഴിഞ്ഞ് ഇപ്പം BR 100ാമത്തെ ബമ്പറാണുള്ളത്. അത് നമുക്ക് വിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം, വളരെ അഭിമാനിക്കുന്നു. ഒരു ലോട്ടറി കച്ചവടക്കാരൻ എന്ന നിലയിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഈ പ്രൈസ് വലിയ പ്രൈസുകൾ വിതരണം ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ യഥാർത്ഥ ഒരു ജോലിയുടെ ആ ഒരു സന്തോഷം വരുന്നത്. ആ രീതിയിൽ വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷാധിപതികളെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥാപനമാണ് നമ്മുടേത്. 1962 ഞങ്ങളുടെ അച്ഛൻ ആണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഞങ്ങൾ 2 ബ്രദേഴ്സാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. 15 crore. വളരെ സന്തോഷമുണ്ട്. വിജയകുമാറിനും ഇതിനെപ്പറ്റി പറയാൻ കാണുമ്പോൾ സാറേ, എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. വളരെ സന്തോഷം. കാരണം ഭാഗ്യങ്ങൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ ഒരു ഏജൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ ഒരു സന്തോഷം അനുഭവിക്കുന്നത്. ആ സന്തോഷത്തിലാണ് നമ്മൾ 1962 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ സെക്കൻഡ് ജനറേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ ഞങ്ങൾ 2 LLB ഒക്കെ കഴിഞ്ഞ ആളുകളാണ്. പഠിക്കുന്ന കാലപ്പം തൊട്ട് ഞങ്ങൾ ഈ ഫീൽഡിൽ തന്നെയാണ്. ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. വളരെ നല്ല രീതിയിലുള്ള. ടോട്ടൽ എത്ര ശാഖയുണ്ട്? ഞങ്ങൾക്ക് 60-ൽ പരം ശാഖകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേരളം മൊത്തം ഉണ്ട്. നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു പോകുന്നു. ഈ കേരള ഗവൺമെൻറ് വരുത്തിയിരിക്കുന്നത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ 60 കടകളുമായിട്ട് ബന്ധപ്പെട്ട് 10,000-ഓളം ഏജൻറ്റുമാരാണ് ഇന്ന് ഈ ബിസിനസ്സുമായിട്ട് ഞങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുന്നത്. എല്ലാ തൊഴിലാളികൾക്കും ഒരു ഉപജീവന മാർഗം നൽകുന്നതിലൂടെയും ഇതേ കണക്കോളം ഭാഗ്യം നൽകുന്നതിലൂടെയും ഞങ്ങൾ സമീപത്തെ ലോട്ടറി കടയിൽ, അതായത് ഒന്നാം സമ്മാനം ലഭിച്ച ഭാഗ്യശാലി ടിക്കറ്റ് എടുത്ത ആ കടയിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ വിവരങ്ങൾ ഒക്കെ പങ്കുവച്ചത്. രാജ്കുമാറാണ് അവിടെ നിന്നും വിവരങ്ങളൊക്കെ പങ്കുവച്ചത്.